ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെച്ചു. രാജി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. അപൂർവ ഗ്രൂപ്പ് രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള പ്രത്യേക രജിസ്ട്രി പുറത്തിറക്കി കേരളം. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. പ്രയാഗ്രാജിലെ ഹനുമാൻ ക്ഷേത്രം, അക്ഷയ് വഡ് എന്നിവിടങ്ങളും സന്ദർശിക്കുന്ന ശ്രീമതി മുർമു ഡിജിറ്റൽ മഹാകുംഭ് എക്സ്പീരിയൻസ് സെന്ററിൽ സജ്ജമാക്കിയ സംവിധാനത്തിലൂടെ മഹാകുംഭമേള വീക്ഷിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് സന്ദർശനം ഊന്നൽ നൽകും. നാളെ മുതൽ ഈ മാസം 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കും. ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് തിരിക്കും. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാവിലെ 11-നാണ് പരിപാടി. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുന്നതിനുള്ള മികച്ച മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കൽ, വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും അദ്ദേഹം പങ്കിടും. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുവരെ 3.5 കോടിയോളം വിദ്യാർത്ഥികൾ പരിപാടിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെച്ചു. ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. 14 MLA-മാരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യത്തിന്റെ വികസന പാതയിൽ കർഷകരുടെ പങ്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. രാജസ്ഥാനിലെ ചിത്തോഡ്ഗഡിൽ ജാട്ട് മഹാസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകർ സ്വയം പര്യാപ്തരാകണമെന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് രാജ്യം അഭിവൃദ്ധിപ്പെടുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. कोई कुंठित नहीं कर सकता कि किसान को पूरी जानकारी हो और औद्योगिक व्यवस्था जो कृषि से जुड़ी हुई है उस पर अपना पूरा हक अदा करे और इसी से ग्रामीण व्यवस्था और किसान अर्थव्यवस्था ऐसा उछाल लगाएगी कि हम देखते रह जाएंगे. കാർഷിക മേഖലയിലേക്ക് യുവാക്കൾ കൂടുതലായി കടന്നുവരണമെന്നും ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ബിജാപൂർ ജില്ലയിലെ വനപ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. നക്സലേറ്റുകൾക്കെതിരായ ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ച 2 സൈനികരുടെ കുടുംബങ്ങളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചനം അറിയിച്ചു. അടുത്ത വർഷം മാർച്ച് 31-നകം രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ദൃഢനിശ്ചയം ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു. 3ാമത് കാശി തമിഴ് സംഗമം ഈ മാസം 15-ന് ആരംഭിക്കും. അഗസ്ത്യർ മുനി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് മഹാകുംഭമേളയും അയോധ്യയിലെ രാമക്ഷേത്രവും സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് 5 വിഭാഗങ്ങളിലായി 1000-ഓളം പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സംഗമത്തിനായുള്ള ആദ്യ സംഘം ഈ മാസം 13-ന് പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരായ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയത്തിലെ ക്രമക്കേടുകൾ കാരണം സംസ്ഥാനത്തിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായതായി CAG വെളിപ്പെടുത്തിയിരുന്നു. എയ്റോ ഇന്ത്യ 15ാം പതിപ്പ് രാജ്യത്തിന്റെ വ്യോമ മേഖലയിലെ നാഴികക്കല്ലായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രദർശനത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രദർശനത്തിനായി പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനം പരിപാടിയെ വിജയത്തിലേക്ക് നയിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. I am fully confident that this year's Aero India will be remembered as a historic milestone in India's journey towards becoming a global leader in the aerospace and defense sector. From those managing the event to those ensuring cleanliness, each one of them plays a crucial role in making Aero India a grand success. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാം പതിപ്പ് നാളെ മുതൽ 14 വരെ ബംഗളൂരു യലഹങ്കയിലെ വ്യോമതാവളത്തിലാണ് നടക്കുന്നത്. ശതകോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അപൂർവ ഗ്രൂപ്പ് രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള പ്രത്യേക രജിസ്ട്രി കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ പുറത്തിറക്കി. കൊച്ചിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത ദേശീയ കോൺക്ലേവിലാണ് രജിസ്ട്രി പ്രകാശനം ചെയ്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം ഇന്ത്യയ്ക്ക് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. 130ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായി. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപോലിത്ത ഉദ്ഘാടനം ചെയ്തു. കോഴഞ്ചേരി മാരാമൺ പമ്പ നദിക്കരയിൽ ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. 7 ദിവസമായി പത്തനംതിട്ട പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടന്നുവരുന്ന ചെറുകോൾപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സമാപനമായി. സമാപന സഭയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മധ്യ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് പിൻവാങ്ങൽ. സേന പിൻവാങ്ങിയതിനെ തുടർന്ന് തെക്കൻ ഗാസയിൽ അഭയം തേടിയിരുന്ന നിരവധി പലസ്തീനികൾ ഇടനാഴിയിലൂടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങി. ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗം വിളിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെട്ടു. ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാട്ടിയുമായി അദ്ദേഹം ഇക്കാര്യം ചർച്ച ചെയ്തു. അതേസമയം ഗാസയിലെ ഗുരുതര സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ ഈ മാസം 27-ന് അടിയന്തര അറബ് ഉച്ചകോടി നടത്തുമെന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. കട്ടക്കിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 50ാം ഓവറിൽ 304 റൺസിന് പുറത്തായി. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 16ാം ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 127 റൺസ് എടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളം ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. ഡെക്കാത്തലിനിൽ കേരളത്തിന്റെ N തൗഫീഖാണ് സ്വർണം നേടിയത്. ഇതോടെ 12 സ്വർണവും 17 വെങ്കലവും 11 വെള്ളി മെഡലുകളും നേടി കേരളം 8ാം സ്ഥാനത്താണ്. തായ്ലൻഡിൽ നടക്കുന്ന പാരാ അമ്പെയ്ത്ത് ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്ന് 2 സ്വർണം നേടി. റിക്കവർ ഓപ്പൺ, കോമ്പൗണ്ട് ഓപ്പൺ മിക്സഡ് ടീമിനങ്ങളിലാണ് ഇന്ത്യൻ താരങ്ങൾ സ്വർണം നേടിയത്. 4 സ്വർണവും 2 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ISL ഫുട്ബോളിൽ ബംഗളൂരു ജംഷഡ്പൂർ മത്സരം പുരോഗമിക്കുന്നു. ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. വികസിത ഭാരതം 2047 എന്ന കാഴ്ചപ്പാടോടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകൻ. രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം പുതുച്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവരെ സഹായിക്കുക എന്നതാണ് ക്രിസ്തുവും ബുദ്ധനും പകർന്നു നൽകിയ ദർശനമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പദ്ധതിയുടെ 3ാം വാർഷികം കോട്ടയം ദേവലോകം അരമനയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡൽഹി നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട AAP MLA-മാരുമായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി പുണ്യസ്നാനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ. മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ചു. രാജി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. അപൂർവ ഗ്രൂപ്പ് രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള പ്രത്യേക രജിസ്ട്രി പുറത്തിറക്കി കേരളം. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.